ഹായ്, ദിസ് ഈസ് ഡേ 2 ഓഫ് ദനാങ്. ആക്ച്വലി നമ്മുടെ ഡെസ്റ്റിനേഷൻസ് എല്ലാം കുറച്ച് ഫാർ ആയതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഹോട്ടലിൽ നിന്ന് കഴിച്ചിട്ട് നേരെ ഇറങ്ങും. ആക്ച്വലി ഇതാണ് നമ്മുടെ ഇന്നത്തെ ടൂർ ഗൈഡ് നമുക്ക് ഇന്നത്തെ ഐറ്റിനറി, നമ്മൾ എവിടെയൊക്കെ പോകുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അതിൻ്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് അങ്ങനെയുള്ളതൊക്കെ നമുക്ക് പറഞ്ഞു തരാണ്. നമ്മൾ ആദ്യമേ ചെന്നത് ഒരു മാർബിൾ ഷോപ്പിലേക്കാണ്. അതായത് എനിക്ക് തോന്നുന്നു ഈ ടൂർ ഗൈഡ്സിൻ്റെ പ്രയോറിറ്റി അനുസരിച്ച് ഓരോ ഷോപ്പിലേക്ക് നമ്മളിങ്ങനെ മാറ്റി മാറ്റി കയറ്റും. കാരണം നമ്മൾ എന്തെങ്കിലും പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് അതിൽ നിന്ന് കമ്മീഷൻ ഉണ്ടെന്ന് തോന്നും. അങ്ങനെ നമ്മളൊരു ഷോപ്പിലേക്ക് കയറി. ഇവർ ബുദ്ധിസം ഫോളോ ചെയ്യുന്നതുകൊണ്ട് തന്നെ ബുദ്ധയെ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ സാധനങ്ങളാണ് ഈ ഷോപ്പിലെല്ലാം നമുക്ക് എവിടെ നോക്കിയാലും കാണാൻ പറ്റുന്നത്. പിന്നെ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള ഷോക്കേസ് പീസുകളാവാം, ഈവൻ നമ്മുടെ കട്ടിൽ പോലും മാർബിളിൽ ഉണ്ടാക്കി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. കുറേ ആനയുടെ എന്താ പറയുക, ഒത്തിരി നല്ല ഭംഗിയുള്ള സാധനങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇതൊന്നും നമുക്ക് നാട്ടിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ തന്നെ ഇതിനൊന്നും വലിയ റേറ്റൊന്നും ഇല്ല കേട്ടോ. കാരണം നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ നാട്ടിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ വളരെ ചീപ്പായിട്ടുള്ള പ്രൈസിൽ നമുക്കതെല്ലാം അവൈലബിൾ ആയിരുന്നു. പിന്നെ നമ്മൾ നേരെ പോയത് നമ്മൾ കോക്കനട്ട് ഫോറസ്റ്റിലേക്കായിരുന്നു. കോക്കനട്ട് ഫോറസ്റ്റ് എന്നൊരു പേരുണ്ടെങ്കിലും ആക്ച്വലി ഇതിനകത്ത് കോക്കനട്ട് അല്ല മരം ശരിക്കും ഉണ്ടായിരുന്നത്. കാരണം ഇവരതിന് കോക്കനട്ട് ട്രീ എന്നോ അല്ലെങ്കിൽ കോക്കനട്ട് ഫോറസ്റ്റ് എന്ന് പറയുന്നേ ഉള്ളൂ. അത് ശരിക്കും വേറെന്തോ കായ ഉണ്ടാകുന്ന ഒരു മരമായിരുന്നു. പിന്നെ നമ്മൾ റീലിലൊക്കെ കാണുന്ന മറ്റേ ബാസ്ക്കറ്റ് ബോൾ റൈഡ് ഇവിടെ ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. ഞാൻ ഇതിൻ്റെ റീലൊക്കെ ഇട്ടപ്പോൾ എല്ലാവരും പറഞ്ഞു ഇതൊക്കെ ഹൊഗനക്കലിലുണ്ടല്ലോ, ഇത് കയറാനായിട്ടാണോ വിയറ്റ്നാം വരെ പോയെന്നൊക്കെ ചോദിച്ചു. പക്ഷേ ഇതൊരു വേർത്ത് എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഹൊഗനക്കലൊന്നും പോയിട്ടില്ല, അതുകൊണ്ട് എനിക്കിത് ആദ്യത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷേ അടിപൊളിയായിരുന്നു. നമ്മൾ നേരെ ഇങ്ങോട്ടേക്ക് ചെല്ലും. ഇവിടെ ചെല്ലുമ്പോൾ തന്നെ ഇതാണ് കേട്ടോ അവർ പറയുന്നത് ആ കോക്കനട്ട് ട്രീ എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ കയറുമ്പോൾ നമുക്ക് 2% അല്ലെങ്കിൽ 3% നമ്മുടെ ചോയ്സ് അനുസരിച്ച് നമുക്ക് ഇരിക്കാം. കുട്ടികളൊക്കെ ആണെങ്കിൽ 3 വരെ അവർ അലൗഡ് ചെയ്യും, അല്ലെങ്കിൽ 1 ആയാലും അവർക്ക് പ്രശ്നമൊന്നുമില്ല. ഇതിപ്പം എൻട്രി ആയിട്ടുള്ള സ്പോട്ട് ആയതുകൊണ്ടാണ് ഇത്രയും വേക്കൻ്റ് ആയിട്ടുള്ള ബോട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത്. കുറച്ചും കൂടെ ഫ്രണ്ടിലേക്ക് പോയി കഴിയുമ്പോഴത്തേക്കും നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ആ ഒരു ഫോറസ്റ്റിൻ്റെ നടുക്ക് നമ്മൾ മാത്രം. ഭയങ്കര ഭംഗിയായിരുന്നു. കാരണം പല വഴികളുണ്ട് ഇതിന്, ഓരോരുത്തരും ഓരോ വഴികളാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ എടുക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ തന്നെ പോകുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ഈ റൈഡ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. കുറച്ചില്ലുമ്പോഴത്തേക്കും കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. എന്നാലും നമ്മൾ നമ്മുടെ ആളിനോട് പറയുകയാണ് നമുക്ക് തന്നെ ഉള്ള സ്പേസിൽ കൂടെ പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നെ സ്പേസിൽ കൂടെ പോകാൻ പറ്റും. അത് ഭയങ്കര രസമായിരുന്നു. പിന്നെ നമ്മൾ നേരെ ചെല്ലുമ്പോഴത്തേക്ക് എല്ലാവരും ഉള്ള ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ ക്ലസ്റ്റർ ചെയ്യുന്നത്. ആ സ്ഥലത്തേക്ക് ചെല്ലുമ്പോഴാണ് ഏറ്റവും അടിപൊളി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും മറ്റേ റീലിലൊക്കെ കാണുന്ന മറ്റേ ഭയങ്കര സ്പീഡിൽ കറക്കുന്നില്ലേ, ഏറ്റവും കൂടുതൽ ഞാൻ ബക്കറ്റ് ലിസ്റ്റ് ഇട്ട് വെച്ചിരിക്കുന്നതായിരുന്നു വിയറ്റ്നാമിൽ ചെല്ലുമ്പോൾ ഇത് ട്രൈ ചെയ്യണം എന്നുള്ളത്. നമ്മൾ നേരെ അവിടെ ചെന്നപ്പോൾ തന്നെ ഒരു ചേട്ടൻ ഭയങ്കരമായിട്ട് സ്കില്ലൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പം നമുക്ക് എന്തായാലും ഇത് എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ളത് നിർബന്ധമായിരുന്നു. അങ്ങനെ നമ്മൾ ട്രൈ ചെയ്തു. നമ്മൾ എത്രത്തോളം ത്രിൽഡാണോ അത്രത്തോളം സ്പീഡിൽ ഈ പുള്ളി ഇത് കറക്കിക്കൊണ്ടിരിക്കട്ടോ. ഭയങ്കര രസമായിരുന്നു. അങ്ങനെ നമ്മൾ ഉച്ചയ്ക്കത്തെ ഷെഡ്യൂളൊക്കെ നിർത്തി നമ്മൾ നേരെ ഹോട്ടലിലേക്ക് തിരിച്ചുപോയി.